ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പഴയ ഒരു റെസിപ്പിയാണ്. 1930s തൊട്ട് നിലവിലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് എൻ്റെ വേർഷനിൽ. ഇത് ലേസി ഡേസി കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ലേസി ഡേസി കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കേക്കാണ്. നമ്മളൊരു ഹോട്ട് മിൽക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നു. അതിൻ്റെ മേലെ ഒരു തേങ്ങായും പാലും ഒക്കെ ചേർത്തിട്ടുള്ളൊരു മിക്സ്ചർ മേലെ ടോപ്പിംഗ് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ലേസി ഡേസി കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഈ ബോളിലേക്ക് എടുക്കാം. അപ്പോൾ കേക്കിനെടുക്കുമ്പോൾ എപ്പോഴും എയറേറ്റ് ചെയ്തിട്ട് എടുക്കുക ഫ്ലവർ. അപ്പോൾ ഒരു കപ്പ് 250 ml കപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 grams ആയിരിക്കും. നമുക്കൊരു കപ്പും 2 ടേബിൾ സ്പൂൺ കൂടെ വേണ്ടേ. ഗ്രാംസിൽ പറയുവാണെങ്കിൽ 140 grams വേണം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണാണ്. ഒരു 1/8 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പയിൽ തള്ളിയെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 3 ചെറിയ മുട്ടയാണ് വേണ്ടത്. ഇത് വളരെ പഴയ ഒരു റെസിപ്പിയാണ്. 1930s തൊട്ടേ ആൾക്കാർ ബേക്ക് ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ് ലേസി ഡേസി കേക്ക്. അപ്പോൾ അതിൽ കുറച്ച് വേരിയേഷൻസ് വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മുട്ടയുടെ ഷെല്ല് വീണ് കഴിഞ്ഞാൽ എപ്പോഴും തോട് വെച്ച് തന്നെ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഇച്ചിരി തരിയുള്ള പഞ്ചസാരയാണ്. അതായത് നമ്മുടെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ചെറിയ തരിയുള്ള ഗ്രാൻഡേറ്റഡ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വേണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്. നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ലൈറ്റ് ആയിരിക്കണം, നല്ല ഫ്ലഫി ആയിരിക്കണം. അതിൻ്റെ കളർ നല്ലൊരു പെയിൽ കളറാവും, ഒരു ക്രീം കളറാവും. അതുവരെ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ലൈറ്റ് ആൻഡ് ഫ്ലഫി അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഇതേപോലെ റിബൺ പോലെ, തിക്ക് റിബൺ പോലെ വീഴും. ഈ ഒരു സ്റ്റേജ് വരെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇവിടെ 1/2 കപ്പ് പാലും ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുക, ചൂടാക്കി വെച്ചേക്കുക. അപ്പോൾ ലൂക്ക് വാമിനേക്കാളും ചെറിയ ചൂടും ഉണ്ട്, ലൂക്ക് വാമിനേക്കാളും കുറച്ചും കൂടെ ചൂടുണ്ടാവും. ഇതിൻ്റെ പകുതി ഇതിനകത്തേക്ക് ഒഴിക്കാം. അതിനൊപ്പം തന്നെ ഫ്ലവറിൻ്റെ മിക്സറിൻ്റെ പകുതിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബാക്കി പകുതി മിക്സർ ചേർക്കാം. ബാക്കി ആ ഫ്ലവറിൻ്റെ മിക്സർ ചേർക്കാം. ലോ സ്പീഡിലിട്ട് വീണ്ടും ഒരു ഫ്യൂ സെക്കൻഡ്സ് ബീറ്റ് ചെയ്യുക. മൈദ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര ഡെൻസാവും. വളരെ കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇത് 8 ഇഞ്ചിൻ്റെ ഒരു പാനിലേക്ക് ഒഴിക്കാം. ഇവിടെ ഞാൻ ബട്ടർ തേച്ചിട്ട് മൈദ വെച്ചൊന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്തും വെക്കാം. ഇതിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഇതൊരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലേസി ഡേസി കേക്കിൻ്റെ ടോപ്പ് ലെയർ കൊടുക്കാനായിട്ട് ഈ ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഒരു 50 ഗ്രാം ബട്ടർ, 50 grams, 1/4 കപ്പ് ക്രീം, ഫ്രഷ് ക്രീമാണ്, 1/4 കപ്പ് തന്നെ പഞ്ചസാര.
ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്യാം. പഞ്ചസാര ഡിസോൾവ് ചെയ്യുന്നതാണ് പരുവം. ഇപ്പം നന്നായിട്ട് ഈ മിക്സർ തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ടോ നമ്മുടെ സാധാരണ തിരുമ്മിയ തേങ്ങ ഉപയോഗിക്കാം. ഷെൽഫ് ലൈഫ് കൂടണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിരിക്കും നന്നായി. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ നമുക്കൊരു 3/4 തൊട്ട് ഒരു കപ്പ് വരെ ചേർക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം. ഒരു നുള്ളുപ്പ്, ഒരു ഫ്യൂ ഡ്രോപ്സ്, 1-2 ഡ്രോപ്പ് വാനില എസൻസ്. ഇതേപോലെ നമുക്ക് കിട്ടും. 20 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം നമ്മൾ എടുത്തേക്കാണ്. കേക്ക് ഫുള്ളി കുക്ക്ഡ് അല്ല, മേലെയൊക്കെ സെറ്റായി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ടോപ്പിംഗ് കൊടുക്കാം. ഇത് വീണ്ടും അവനിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ചെറുതായിട്ടൊരു ബ്രൗണിങ് ആവും, ആ ഒരു രീതിയിൽ ബ്രേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കോക്കനട്ടിൻ്റെ ടോപ്പിംഗ് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അവനിൽ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്തു. ശേഷം ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ഒരു പരുവത്തിന് ബേക്ക് ചെയ്തെടുത്തു. അതിനുശേഷം കൂളാവാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കൂളായി. ഇനി ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല സോഫ്റ്റ് സ്പോഞ്ചാണ്, സ്പഞ്ച് കേക്കാണ്. അതിൻ്റെ മേലെ നല്ലൊരു കോക്കനട്ടിൻ്റെ ലെയർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ് ലേസി ഡേസി കേക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളെ തേങ്ങയുടെ ആ ഒരു ക്രസ്റ്റ് ഫോം ചെയ്തു. ഇച്ചിരി ശകലം ക്രിസ്പി ആയിരിക്കുന്നത്, കുറച്ച് അടിയിലേക്ക് സോഫ്റ്റും ആയിരിക്കും. പിന്നെ നട്ട്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൈറ്റ് കിട്ടും. പിന്നെ ആ സ്പഞ്ച് കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്ക്, ഹോട്ട് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.